യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര ജയിലിൽ കഴിയുകയാണ്. മൂന്നാമതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഈ അറസ്റ്റിൽ ചില ചോദ്യങ്ങൾ പോലീസിന് നേരെ ഉയരുന്നുണ്ട്. അതിൽ പ്രധാനം മുൻ DGP TP സെൻകുമാർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു രീതിയിലും നീതിയും ന്യായവും നടത്തിയിട്ടില്ലെന്ന് DGP സെൻകുമാർ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുണ്ട്. ക്രിമിനൽ നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങളും BNS നടപടിക്രമങ്ങളും പാലിച്ചില്ലെങ്കിൽ പ്രതികൾ നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിദേശത്തു നിന്നും ഇമെയിൽ വഴി ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത രീതിയെ സെൻകുമാർ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന BNSS വകുപ്പ് 173(1)(2) പ്രകാരം ഇമെയിൽ പരാതി ലഭിച്ചാൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ടെത്തി അതിൽ ഒപ്പിടേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒപ്പിട്ട് നൽകാതെ എങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പരാതിക്കാരിയെ നേരിട്ട് വിളിച്ചു വരുത്താൻ പോലീസ് റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ എന്നും ആ രേഖ പോലീസ് പുറത്തുവിടണമെന്നും DGP പറയുന്നുണ്ട്. നിയമവിരുദ്ധമായാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും അതിജീവിതയെ 24 മണിക്കൂറിനകം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് BNSS വകുപ്പ് അനുശാസിക്കുന്നുണ്ട്. ഈ പരിശോധന നടത്താതെ പരാതി വിശ്വാസയോഗ്യമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യപരിശോധന പോലും നടത്താതെ വകുപ്പ് 35(1)(b) പ്രകാരം ഒരു പരാതിയെ വിശ്വസിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് രാഹുലിനെ പിണറായി വിജയന്റെ പോലീസ് മനഃപൂർവ്വം കുടുക്കിയതാണെന്നാണ്. ഈ കേസ് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിലനിൽക്കില്ലെന്നും DGP പറയുന്നുണ്ട്. അറസ്റ്റിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് 47(1), കോടതിയുടെ റിമാൻഡ് നടപടികളെ സംബന്ധിക്കുന്ന വകുപ്പ് 187(1) എന്നിവ പാലിക്കപ്പെടുന്നതിലും സെൻകുമാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിദേവനങ്ങൾ ഒരിക്കലും ക്രിമിനൽ നടപടിക്രമങ്ങൾക്ക് പകരമാവില്ലെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രതി രക്ഷപ്പെട്ടു പോകുമെന്നിരിക്കെ രാഹുലിന്റെ കാര്യത്തിലും അതുതന്നെ സംഭവിക്കുമെന്നാണ് മുൻ DGP പറയുന്നത്. സമാനമായ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. വിവാഹിതയായ സ്ത്രീ തന്റെ പുരുഷ സുഹൃത്ത് പീഡിപ്പിച്ചു എന്ന് മെയിൽ അയച്ചാൽ പോലീസ് അർദ്ധരാത്രിയിൽ ഒരു ഹോട്ടലിൽ കയറി MLAയെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് പ്രധാന ചോദ്യം. പരാതിക്കാരിയെ നേരിൽ വിളിച്ചില്ല, മെഡിക്കൽ പരിശോധനയില്ല, CCTV പരിശോധിച്ചിട്ടില്ല, സെക്ഷൻ 35 BNSS പ്രകാരമുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. ഇതൊന്നും പാലിക്കാതെയാണ് അറസ്റ്റ്. സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ പുലർത്തേണ്ട സ്വകാര്യത അടക്കം രാഹുലിന്റെ കാര്യത്തിൽ നടപ്പിലാക്കിയില്ലെന്നും പറയുന്നുണ്ട്. ഇത് നിയമ നടപടിയാണോ അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ രാഷ്ട്രീയ തിരക്കഥയാണോ എന്ന ചോദ്യവും ഇക്കൂട്ടർ ഉയർത്തിവിടുന്നുണ്ട്. ഓൺലൈൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീഡിയോ കോളിലൂടെ മാത്രം മൊഴിയെടുത്ത് ഒരു MLAയെ അർദ്ധരാത്രിയിൽ പിടികൂടുന്നത് നീതിയല്ല, നാടകമാണ് എന്നാണ് മറ്റൊരാക്ഷേപം. FIRൽ പോലും പരാമർശിക്കാത്ത ആരോപണങ്ങൾ രാവിലെ മുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞത് എങ്ങനെ, ആരാണ് ആ വാർത്തകൾ ഫീഡ് ചെയ്തത് എന്നും ചോദിക്കുന്നുണ്ട്. FIR ഒന്ന് വായിച്ചാൽ തന്നെ സാധാരണ ബുദ്ധിയുള്ളവർക്ക് കാര്യം പിടികിട്ടും. സ്വന്തം പേരിൽ ഹോട്ടലിൽ റൂം എടുക്കുന്നു, അവിടേക്ക് രാഹുൽ വരുന്നു, വന്ന ഉടനെ തന്നെ കേറി പിടിച്ചു, പീഡിപ്പിച്ചു. ഇതാണോ അന്വേഷണമില്ലാതെ അംഗീകരിക്കപ്പെടുന്ന കഥ എന്ന സംശയവും ചിലർ ഉയർത്തിവിടുന്നുണ്ട്.